നമസ്കാരം. അപ്പം ഞാൻ നിങ്ങൾക്കിന്ന് ഒരു പുതിയ പഴം പരിചയപ്പെടുത്താം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആനിക്ക വിള, ആനിക്ക ചക്ക എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ നിറയെ എല്ലാം ആനയുണ്ട്. ആനമരത്തിൽ കായ്ക്കുന്ന ഒരു കായാണ്, അല്ലെങ്കിൽ ആനിക്ക ചക്കയാണ്. ആനിക്ക എന്നൊക്കെ ഞങ്ങൾ പറയും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ വിള എന്ന് പറയും, അല്ലെങ്കിൽ ആനിക്ക വിള എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്, മധുരമാണ്. പിന്നെ മഞ്ഞപ്പഴം എന്നൊക്കെ പറയും. അപ്പം പല പേരിലാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. ഇതങ്ങനെ വലിയ ഫേമസ് ഒന്നുമല്ല, ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമായ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പക്ഷേ ആനിക്കവിള നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടായിരിക്കും. കണ്ടോ, ആനിക്കവിള ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഇപ്പം മരത്തേലൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മരം വെട്ടിയപ്പോൾ അതിൻ്റെ 2-3 ആനിക്കച്ചക്ക എടുത്തുകൊണ്ട് വന്ന് ഞാൻ പഴുപ്പിച്ചു, ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് പഴുപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടാക്കാം എന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആനിക്ക. അപ്പോൾ ആനിക്ക വിള പച്ചയാർന്നു പഴുത്തു. അപ്പം ഞാനതിൻ്റെ ആനിക്കയുടെ തൊണ്ടിങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ചക്കച്ചുള പോലെ ചെറിയ ചുളകൾ. ഇതിങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇത് പഴുത്ത് ഫ്രിഡ്ജിലിരുന്ന് കുറേ തണുത്ത് പോയി. കുറേ ദിവസമായി ഞാൻ വെച്ചിട്ട്. എന്തായാലും നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇതിന്. കണ്ടോ, ഇതിന് മുള്ളുണ്ട്. അതിൻ്റെ പുറത്ത് നല്ല മുള്ളോട് കൂടിയ ഒരു ആവരണമാണ് ആനിക്കച്ചക്കയുടെ പുറത്ത്. അത് മുള്ള് നമ്മുടെ കണ്ട് ചെറിയ മുള്ള് പോലെയാണ്. ഇത് പക്ഷികളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷിയുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ട് കൂടിയാണ് ആനിക്കവിള. നമുക്കും കഴിക്കാം. അപ്പം ഞാനത് കണ്ട ആനിക്കവിള. അങ്ങനെ ഞാൻ ആനിക്കവിള തിന്നുവാണ്. ഒരു 30 വർഷം കഴിഞ്ഞിട്ട്, ഇതുവരെ 30 വർഷമായെന്ന് പറഞ്ഞു ഞാൻ ആനിക്കവിളൊക്കെ തിന്നിട്ട്. 30 വർഷമേ. ഓക്കെ, അപ്പം ഞാനിത് കാണുമ്പോൾ എനിക്ക് മരത്തെ കയറാൻ സമയമില്ല. അപ്പം താഴെ ചാടിയ ഒരു വിള, മരം വെട്ടിയപ്പോൾ താഴെ വീണതാണ്, കൊണ്ടുവന്ന് പഴുപ്പിച്ച് ഞാൻ തിന്നുവാണ് ആനിക്കവിള. അതിന് കുരുവുണ്ട്, വെളുത്ത കുരുവാണ്, ചക്കക്കുരു പോലത്തെ കുരു അതിനകത്തുണ്ട്. ഈ കുരു പണ്ടൊക്കെ ആളുകൾ വറുത്ത് കഴിക്കുമായിരുന്നു. ആനിക്കവിള നല്ല മധുരം. ചെറുപ്പത്തിൽ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കല്ല, എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയാണ് ആനിക്കവിള കഴിക്കണത്. ഇത് കഴിക്കുന്നതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ആനിക്കയുടെ തൊലിയെല്ലാം പൊളിച്ചെടുത്ത് ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഓക്കെ, അത് ചെറിയ വിളയാണ്. നല്ല മുഴുത്തതാണെങ്കിൽ നല്ല അതിൻ്റെ മുഴുത്ത ചോളയൊക്കെ കിട്ടും. നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ വീട്ടിലും ആനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് അങ്ങനെ പഴുപ്പിച്ചൊക്കെ തിന്ന് നോക്കട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അത് ഇതുപോലത്തെ വീഡിയോകളൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ബൈ. ആനിക്കവിള അതിൻ്റെ കുരു, അതിൻ്റെ ചെറിയ കുരുവാണിതിന്, ചെറിയ കുരുകളാണ് ഇതിനുള്ളത്. ഈ കുരു എടുത്ത് നമുക്ക് പണ്ടൊക്കെ വറുത്ത് തിന്നുമായിരുന്നു. വറുത്ത് നല്ല ടേസ്റ്റാണ്. ആനിക്കയുടെ കുരു, ആനിക്ക ചക്കുരു.